ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഇൻവെൻട്രി വൗച്ചേഴ്സിൻ്റെ സ്റ്റോക്ക് ജേണൽ വൗച്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്റ്റോക്ക് ജേണൽ വൗച്ചർ? അതിൻ്റെ ഷോർട്ട് കട്ട് കീ Alt+F7 ആണ്. നമ്മുടെ ഒരു ഫേമിൽ ഗോഡൗൺ വൈസ് റിപ്പോർട്ടിംഗ് ആവശ്യമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വൗച്ചറാണ് സ്റ്റോക്ക് ജേണൽ. ഗോഡൗൺ വൈസ് ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ജേണലിൻ്റെ ആവശ്യമുണ്ട്. മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ മാനുഫാക്ചറിങ് ഫേം റോ മെറ്റീരിയൽ ഗോഡൗണിൽ നിന്ന് ഫിനിഷ്ഡ് ഗോഡൗണിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്റ്റോക്ക് ജേണലിൻ്റെ വൗച്ചറിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് ടാലിയിൽ സ്റ്റോക്ക് ജേണൽ വൗച്ചർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ F11 ഇൻവെൻട്രി ഫീച്ചേഴ്സ്. ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഭാഗമാണ് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ. ഗോഡൗൺ വൈസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഗോഡൗൺ ആക്റ്റീവ് ആക്കണം. മൾട്ടിപ്പിൾ ഗോഡൗൺ ആക്കി കഴിഞ്ഞാൽ ഇൻവെൻട്രി ഇൻഫോ എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് വരും? ഗോഡൗൺ വരും. ആ ഗോഡൗൺ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ടാലിയിൽ തരുന്ന ഒരു ഗോഡൗണാണ് മെയിൻ ലൊക്കേഷൻ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോഡൗണിൻ്റെ പേര് മാറ്റാം, അല്ലെങ്കിൽ പുതിയ ഗോഡൗൺ ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പുതിയ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗോഡൗണിൻ്റെ പേര് ഷോപ്പ് പ്രൈമറി ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അലോ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ യെസ്. ഔട്ട് സ്റ്റോക്ക് അവർ സ്റ്റോക്ക് വിത്ത് തേർഡ് പാർട്ടി, അതായത് നമ്മൾ എന്തെങ്കിലും പീസ് വർക്കോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്. തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസ്, ഏതെങ്കിലും പാർട്ടികളുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ഒരു ഗോഡൗണൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അത്. നമുക്ക് മറ്റുള്ളൊരു അവസരത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഗോഡൗണും ടാലി പ്രൊവൈഡ് ചെയ്തേക്കുന്ന മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഗോഡൗണും ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് 45 പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയാം. ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഗോഡൗൺ വൈസ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഡിസ്പ്ലേയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിലേക്ക് പോകും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഗോഡൗൺ കാണാം. ഗോഡൗണിൽ മെയിൻ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയുണ്ട്? 45 പാക്കറ്റ്സ് ഉണ്ട്. ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ, ഇല്ലേ? അപ്പം നിലവിലുള്ള സ്റ്റോക്ക് എവിടെയാണ് ഇരിക്കുന്നത്? മെയിൻ ലൊക്കേഷനിലാണ്. ഇനി നോക്കുക, നമ്മുടെ സ്റ്റോക്ക് ജേണലിലേക്ക് വരാം. ഇൻവെൻട്രി വൗച്ചർ ഓട്ടോമാറ്റിക്കലി, അതായത് എടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു വൗച്ചറാണ് സ്റ്റോക്ക് ജേണൽ വൗച്ചർ. അതിൻ്റെ കീ Alt+F7 ആണ്. ഏതെങ്കിലും മറ്റൊരു വൗച്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. നോക്കൂ, ഇവിടെ Alt+F7 സ്റ്റോക്ക് ജേണൽ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു Alt+F7. അപ്പോൾ സ്റ്റോക്ക് ജേണൽ വരും. ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്നാണ് ഹെഡ് തന്നെ. ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ, സോഴ്സ്, ഡെസ്റ്റിനേഷൻ. ഈ സെക്ഷനിൽ സോഴ്സ്, ഈ സെക്ഷനിൽ ഡെസ്റ്റിനേഷൻ. എവിടുന്ന് എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. നെയിം ഓഫ് ഐറ്റം ഉണ്ട്, ഗോഡൗൺ ഉണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇത് തന്നെയാണ് ഡെസ്റ്റിനേഷനിലും കാണുന്നത്, അല്ലേ? അപ്പം നെയിം ഓഫ് ഐറ്റം എന്താണ്? നമ്മുടെ നിലവിലുള്ള നെയിം ഓഫ് ഐറ്റം ബിസ്ക്കറ്റ്സ് ആണ്. ആ ബിസ്ക്കറ്റ്സ് 45 പാക്കറ്റ് ഉണ്ട്. അതെവിടെയാണ്? മെയിൻ ലൊക്കേഷനിലാണ്. അപ്പോൾ സോഴ്സ് എവിടെയാണ്? മെയിൻ ലൊക്കേഷൻ. അത് മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തു. ഈ 45 പാക്കറ്റിൽ എത്ര പാക്കറ്റ് ഷോപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ്? അവിടെ നമ്മൾ 10 എന്ന് കൊടുത്തു. റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. നേരെ ഡെസ്റ്റിനേഷനിൽ വന്നു. ബിസ്ക്കറ്റ് സെലക്ട് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ഗോഡൗൺ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ മെയിൻ ലൊക്കേഷനാണ് സോഴ്സ്. എങ്ങോട്ടേക്കാണ് നമ്മൾ മാറ്റുന്നത്? ഷോപ്പിലേക്കാണ്. ക്വാണ്ടിറ്റി 10. സേവ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നോക്കുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിഞ്ഞാൽ അവിടെ 45 കാണാം. ഡിസ്പ്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി, ഗോഡൗണിൽ മെയിൻ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയുള്ളൂ? 35. നേരത്തെ 45 ആയിരുന്നു. ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര കാണാം? 10 കാണാം. പ്രൈമറി എടുത്തു കഴിഞ്ഞാൽ 2 ഗോഡൗണും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ടോട്ടൽ 45 പാക്കറ്റ്സ് എന്ന് നമുക്കിവിടെ കാണാം. ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ലൊക്കേഷനിൽ ബിസ്ക്കറ്റ്സ് 35 പാക്കറ്റ്സ് ഉണ്ട്. ഷോപ്പിൽ ബിസ്ക്കറ്റ് 10 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇൻ്റർ ഗോഡൗൺ ട്രാൻസ്ഫർ ചെയ്യുന്ന വൗച്ചറാണ് എന്ത്? സ്റ്റോക്ക് ജേണൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.